ഓരോ കാര്യങ്ങള് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു വന്നോണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടുത്തെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കുറച്ച് പരിതാപകരമാണ്. വിയറ്റ്നാമീസ് ആണ് കൂടുതൽ. അപ്പോ അങ്ങനെ ഗൈഡ് പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് സുധീഷ് സർ. ഇനി എന്ത് ചെയ്യും ഭഗവാനെ എന്നുള്ള ഒരു അവസ്ഥയിലാണ്. കാരണം ഇവരുടെ ഭാഷ മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ ക്ലിയർ അല്ല. വെസ്റ്റീജ് എന്നവർ 3 തവണ പറഞ്ഞിട്ടും വെസ്റ്റീജ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം അവരുടെ പ്രൊണൗൺസിയേഷൻ ഡിഫറന്റ് ആയതുകൊണ്ട്. അപ്പൊ അതെല്ലാം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് എന്തായാലും അന്താളിപ്പുണ്ടാവും. പക്ഷെ ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്ത് എല്ലാം ഫോട്ടോ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയത് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് ഓക്കെ അതിലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പുറത്തുണ്ട് പറഞ്ഞ് അങ്ങനെ കുറച്ച് ഫോട്ടോസ് പല ഫോട്ടോസ് ലോഡ് ആവുന്നില്ല. സോ സോറി ഫോർ ദാറ്റ്. പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒപ്പിയെടുത്ത് ക്യാമറ കണ്ണുകളുടെ ഒപ്പിയെടുത്ത് അങ്ങനെ മുന്നോട്ട് പോയി. ഞങ്ങൾ എത്തിപ്പെട്ടത് മറ്റൊരു സ്ഥലത്താണ്. അവിടെ ഉള്ള ഒരു തന്തൂർ, കാരണം നമുക്ക് അത്രയും വിശന്ന് വലിഞ്ഞ് ഗൈഡിന്റെ കൈയും കാലും പിടിച്ച് ഞങ്ങൾ അവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ പോയി. ഇന്ത്യൻ റെസ്റ്റോറന്റിൽ പോയി നമുക്കവിടെ ജ്യോതിഷേട്ടനെ കാണാം. ജ്യോതിഷേട്ടന്റെ ആ ഒരു വികാരം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു കാപ്പി ഓർഡർ ചെയ്തു. ഒരു കാപ്പിയുടെ വില 600 രൂപ. ആ 600 രൂപയുടെ വികാരമാണ് ആളുടെ മുഖത്ത് കാണുന്നത്. എങ്കിലും ഒരു കാപ്പി കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അത്യാവശ്യം ഇന്ത്യൻ ഇതായതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു കാപ്പി കിട്ടി. അങ്ങനെ കാപ്പി പിടിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാനിങ്ങനെ എല്ലാം ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ സുധീഷേട്ടനോട് പറഞ്ഞു എന്റെ 2 ഫോട്ടോ എടുത്ത് തരൂ എന്ന് പറഞ്ഞ് അങ്ങനെ കപ്പൊക്കെ പിടിച്ച് 2 ഫോട്ടോ എടുത്തപ്പോൾ ആൾക്കൊരു വാശി. ഞാനും 2 ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ ആള് റോഡിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വന്നു. അങ്ങനെയും 2 ഫോട്ടോ അങ്ങനെയും കിട്ടി. അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ ഞങ്ങൾ എത്തിയത് ഷെർട്ടൺ ഹോട്ടലാണ്. അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്. കമ്പനി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഷെർട്ടൺ ഹോട്ടലാണ്. എല്ലാ ക്ഷീണവും വയ്യായും തളർച്ചയും കൂടി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദീപക് സൂദ് സാർ വരുന്നത്. അത് സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആള് വന്നിട്ട് ഹൗ ആർ യു എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാവുന്നത്, കാരണം എന്നെ ഒന്നും പരിചയം തന്നെ ഇല്ല. പക്ഷെ നമ്മളോട് വന്ന് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത്രയും പരിചയമുള്ള കാലങ്ങളായിട്ട് നമ്മളെ പരിചയമുള്ള പോലെ അത്രയും ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ അജയ് സൂരി സർ സിഇഒ ആണ്. ഇവരെയൊക്കെ കണ്ട് ഇവരൊക്കെ സംസാരിച്ച് നമുക്ക് ഫസ്റ്റ് ഫോട്ടോ കാണാം. ഭരതൻ സാറും ഭരതേട്ടനും ദീപക് സൂദ് സാറും കൂടിയിട്ട് 2 പുലികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ഫോട്ടോ ആണ്. അത് കണ്ട് മറ്റൊരു പുലി അത് കണ്ട് ചിരിച്ചു നിൽക്കുന്നുണ്ട്. ഇവരുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് അത്രയും എനർജറ്റിക് ആണ്. ഓരോ ഓരോ ലൈൻസിലും ഓരോ ടിപ്സ് മോട്ടിവേഷൻ ആണ് ഇവരുടെയൊക്കെ സംസാരം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഒരു എന്തെങ്കിലും 4 ആൾ കൂടുമ്പോൾ സിനിമാ കഥ പറയുന്നു അല്ലെങ്കിൽ മറ്റത് പറയുന്ന പോലെ ഇല്ല. ഇവര് കൂടുമ്പോൾ ബിസിനസ് ആണ് സംസാരിക്കുക. ബിസിനസ് അല്ലെങ്കിൽ അതിന്റെ വരുന്ന ഫ്യൂച്ചർ ഇതൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു എനർജി എന്ത് എന്ത് രസമായിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുൻകൂട്ടി കണ്ട് ചെയ്തത് എന്ന് തോന്നിപ്പോവും. അങ്ങനെ അവിടെയുള്ള കുറച്ച് ലീഡേഴ്സിനെ ഞങ്ങൾ കണ്ട് ഫോട്ടോ എടുത്ത് തിരിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ബമ്പർ അടിച്ചത്. നമ്മുടെ കൻവർ സാർ അവിടെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളൊരു ബോണസ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് എല്ലാവരുമായിട്ട് സംസാരിച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങൾക്ക് വേറൊരു എന്താ പറയാ വലിയൊരു ബമ്പർ അടിച്ചു എന്ന് പറയാം. ഞങ്ങൾ വിയറ്റ്നാമിന്റെ നമുക്ക് അവിടെ ഒരു ഇത് കാണാം. വിയറ്റ്നാമിന്റെ ഒരു ബാനർ കാണാം. അവര് വെസ്റ്റീജ് കമ്പനീനെ വെൽക്കം ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു കോൺഫറൻസിന് വേണ്ടി വെൽക്കം ചെയ്തിട്ടുള്ള ഒരു ബാനറാണ്. അതൊക്കെ കണ്ട് ഫോട്ടോ എടുത്ത് നിന്ന് പിന്നെ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ജ്യോതിഷേട്ടനായിരുന്നു. കാരണം ജ്യോതിഷേട്ടൻ ഉറപ്പുവരുത്തിയിട്ട് ഞങ്ങളുടെ ഫോട്ടോസ് എല്ലാം കിട്ടുന്നുണ്ട്. കാരണം ഞങ്ങൾ ആദ്യം തന്നെ ഹണിമൂൺ എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് ആള് ഞങ്ങളുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറായിട്ട് മാറാൻ ഒരു മടിയും ജ്യോതിഷേട്ടൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലിക്ക് ചെയ്ത് തന്നൊരു ഫോട്ടോ ആണ് സൈഡിൽ കാണുന്നത്, ഞാനും എന്റെ ഹസ്ബൻഡും കൂടിയിട്ടുള്ളത്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നിന്ന് ഇങ്ങനെ എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോഴാണ് വലിയൊരു ബമ്പർ ഞങ്ങൾക്ക് കിട്ടിയത്. അത് നമ്മുടെ SP സാറാണ്. SP സാറും വൈഫും അവിടുന്ന് പുറത്തേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സമയത്താണ് അവിടുന്ന് വന്നത്. ഞങ്ങളെ കണ്ടതും SP സാറിന് വളരെ സന്തോഷമായി. ശരിക്കും നമ്മൾ ഭയങ്കര സന്തോഷം എന്ന് പറയാം. ഞങ്ങളെക്കാൾ കൂടുതൽ SP സാർ ഭയങ്കര എക്സൈറ്റഡ് ആയി ഭരതേട്ടനെ കാലങ്ങൾക്ക് ശേഷം കാണാൻ. ഈ ട്രിപ്പ് പോയിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഭരതേട്ടനെയും ജ്യോതിഷേട്ടനെയും കണ്ടതിന്റെ ഒരു സന്തോഷം, അതുപോലെ തന്നെ ഞാൻ ഓൺലൈനായിട്ട് സാറിനെ കണ്ട് സംസാരിച്ചിട്ടില്ല, നേരിട്ട് കണ്ട് സംസാരിച്ചില്ല. അപ്പൊ എന്നെ നേരിട്ട് കാണാൻ പറ്റിയ സന്തോഷവും അതുപോലെ തന്നെ വളരെ എന്താ പറയാ നമ്മുടെയൊക്കെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ നമ്മുടെ ഒപ്പം നിൽക്കാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ SP സാറിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ജീവിതത്തിൽ വിജയിക്കുന്നതും. കാരണം നമ്മൾ കുറെ കാശ് സമ്പാദിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറെ ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല. നമുക്ക് പെരുമാറാൻ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ഇവിടെ നമ്മുടെ ട്രെയിനിങ്ങിലൂടെ നമ്മുടെ എല്ലാ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ലീഡേഴ്സിനൊക്കെ ഇത്രയും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഫോട്ടോ എടുത്ത് തിരിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എന്താ പറയാ നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ലോട്ടറി അടിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് അവിടെ ദീപാലി അതുപോലെ തന്നെ പുരുഷോത്തമൻ സർ ഇവരൊക്കെ എന്താ പറയാ VMCM മെമ്പേഴ്സ് ആണ്. മില്യണയർ ക്ലബിലുള്ള മെമ്പേഴ്സ് ആണ്. ഇവരുടെയൊക്കെ ഒരു വരുമാനം എന്ന് പറയുന്നത് മോർ ദാൻ 10 lakh ആണ്. ഈ ഒരു ലേഡി താഴെ നിൽക്കുന്ന ലേഡി അവരുടെ വരുമാനം എന്ന് പറയുന്നത് 35 ലക്ഷമാണ് ഒരു മാസം. നമുക്കത് എത്ര പണിയെടുത്താലും ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും തന്നെ സാധിക്കില്ല, അറിയില്ല. മുകളിലാണ് പുരുഷോത്തമൻ സാർ ആൻഡ് വൈഫ്. അവർക്ക് മന്ത്ലി കിട്ടുന്നത് 16 ലക്ഷമാണ് അവരുടെ ചെക്ക് വരുന്നത്.
ഇവര് ഫാമിലി ബിസിനസ് ആണ് ചെയ്യുന്നത്. പുരുഷോത്തമൻ സാർ ഒരു ദിവസം 5 പ്രോസ്പെക്ട് എടുക്കുന്നു, വൈഫ് വേറെ 5 പ്രോസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെതായ എല്ലാ ബെനിഫിറ്റ്സും അവർക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അവർ അത്രയും ഹാപ്പിയാണ്, ഫ്രീ മൈൻഡാണ്. നമ്മളിവിടെ ചെല്ലുമ്പോൾ ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് അയ്യോ വീട്ടിലെന്താവും അങ്ങനെ എങ്ങനെ, അവർക്കൊരു ടെൻഷനില്ല. അവര് ഫ്രീ മൈൻഡാണ്, അവര് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കാണിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള റൂമാണ്. ഇത് എന്താ പറയാ, നമ്മളൊക്കെ സ്വപ്നത്തിൽ മാത്രം സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഹോട്ടലും അതുപോലെ റൂം അത്രയും സൗകര്യമാണ്. ആ ജനലങ്ങൾ തുറന്നു കഴിഞ്ഞാൽ വലിയ ബിൽഡിങ്സ് അപ്പുറത്ത് കാണാം, നല്ല ഭംഗിയുള്ള സ്വിമ്മിംഗ് പൂൾസ് കാണാം. അത്രയും മനോഹരമായിട്ടുള്ള, അത്രയും ക്ലീൻ ആൻഡ് നീറ്റ്, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റൂമുകളാണ് നമുക്ക് ഓരോരുത്തർക്കും അവിടെ അവൈലബിൾ ആയിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയി. വെസ്റ്റീജിൽ നിന്ന് കിട്ടിയ യൂണിഫോം ആണത്, വൈറ്റ് യൂണിഫോം. എയർപോർട്ടിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി താഴെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഗാല ഡിന്നർ സാധാരണ 3-ാം ദിവസമാണ് വെക്കാറ്. പക്ഷെ അന്നത്തെ ദിവസം മറ്റുള്ള ലീഡേഴ്സ് എല്ലാം പിറ്റേ ദിവസം തിരിച്ചു പോകുന്നു എന്ന കാരണം കൊണ്ടും എല്ലാ ഗ്രൂപ്പിലെ ഒരു 3-4 ഗ്രൂപ്പുകൾ ഒരുമിച്ച് അന്ന് ഒത്തുകൂടി എന്നതുകൊണ്ട് ഗാല ഡിന്നർ ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിലേക്ക് മാറി. മറ്റുള്ള ടീംസിനൊക്കെ 3-ാമത്തെ ദിവസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളും കൂടി ജോയിൻ ചെയ്യൂ, ഒരുമിച്ച് ഗാല ഡിന്നർ ചെയ്യാം. അപ്പോ ഞങ്ങൾ യൂണിഫോം ഇട്ടപ്പോ അവിടെ ഉള്ളവരും പറഞ്ഞു ഗാല ഡിന്നർ എന്ന് പറഞ്ഞ യൂണിഫോം അല്ല ഇടേണ്ടത്, നിങ്ങൾ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരും, നല്ല പാർട്ടി വെയർ ഒക്കെ ഇട്ടിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി പാർട്ടി വെയർ ഒക്കെ ഇട്ട് തിരിച്ച് വന്നപ്പോഴാണ് അടുത്ത ബോംബ്. അതായത് നമ്മുടെ ആലോക് സാറിനെ വുമൻ എംപവർമെന്റ് പോയപ്പോ കണ്ട് പരിചയപ്പെട്ടത് കൊണ്ട് ഒരു പരിചയക്കേട് ഉണ്ടായില്ല. ആള് ഓടി വന്നു, നമ്മളോട് സംസാരിച്ചു. അതിനുശേഷം പുരുഷോത്തമൻ സാർ വൈഫ് അവിടെ ഉണ്ടായിരുന്നു, പിന്നെ രാജൻ സാർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമുക്ക് ഒരു ബമ്പർ ലോട്ടറി തന്നെ എന്ന് പറയാം. അവരുടെ കൂടെയൊക്കെ നിന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ സംസാരിക്കാനുള്ള അവസരം കിട്ടുക, കാണുക, ഇതൊക്കെ വളരെ വലിയൊരു കാര്യമാണ് ജീവിതത്തിൽ. ഈ രാജൻ സാറൊക്കെ അത്രയും എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒറ്റയാൾ പട്ടാളമാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇത്രയും ലക്ഷങ്ങൾ കോടികളൊക്കെ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊന്നും അവരുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് തോന്നില്ല. കാരണം അത്രയും ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. പിന്നീട് മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗാല ഡിന്നറിന്റെ അവിടുത്തെ കുറച്ച് ഗാല ഡിന്നർ എന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചിട്ട് തന്നെ അറിയണം. ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് ഒരുമിച്ച് കൂടിയിട്ടുള്ള വലിയൊരു ഹാളിൽ ഒരുമിച്ച് കൂടി അവിടെ നമുക്ക് വേണ്ട എല്ലാ മോട്ടിവേഷൻ, നമുക്ക് വേണ്ട എൻജോയ്മെന്റ്, നമുക്ക് ആവശ്യത്തിലധികം ഫുഡ് എന്ന് തന്നെ പറയാം. എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു ഗാല ഡിന്നർ എന്ന് പറയുന്നത്. അതിനു പുറമെ നമുക്ക് ഒരുപാട് വാല്യുബിൾ ടിപ്സ് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ദീപക് സൂസാർ ആയിരുന്നു ഇതിന്റെ ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം സംസാരിച്ചു. ഇവരുടെയൊക്കെ വിഷൻ എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നത് പോലുമല്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര കോടികളാണ്, എത്ര മില്യൺ ആണെന്നുള്ളത്. പക്ഷെ 2030 ആവുമ്പോഴേക്കും അതിന്റെ ഡബിൾ അല്ലെങ്കിൽ ഡബിൾ ആക്കാനുള്ള ഒരു ഒരു ലക്ഷ്യത്തിലാണ് ഇവരെല്ലാവരും എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ ഒരു വിഷൻ, അവരുടെ ഒരു മിഷൻ, അവരുടെ ഒരു സ്വപ്നം, അവരുടെ ഒരു ആക്ഷൻ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ എനർജി വന്നു പോകുന്നുള്ളതാണ്. കാരണം ഈ ബിസിനസ്സിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരാണ് ആ കാണുന്ന ഓരോരുത്തരും. അതിൽ 20 വർഷമായിട്ട് കമ്പനിയുടെ കൂടെ ഉള്ളവരുണ്ട്, 18 വർഷമായിട്ടുള്ളവരുണ്ട്, 7 വർഷമായിട്ടുള്ളവരുണ്ട്, 2 വർഷമായിട്ടുള്ള, 1 വർഷമായിട്ടുള്ളവരുണ്ട്. പക്ഷെ ഇവരൊക്കെ ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ള ആൾക്കാരാണ്. അതും എന്തിലൂടെ? ഈ വെസ്റ്റീജ് കമ്പനിയിലെ വെസ്റ്റീജ് ബിസിനസ്സിലൂടെ എന്നുള്ളതാണ്. അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഗാല ഡിന്നറൊക്കെ കഴിഞ്ഞ് വളരെയധികം എൻജോയ് ചെയ്ത് ഡാൻസ് പാടി ആടി ഓരഞ്ച് ഞങ്ങള് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു തന്നെ പറയാം. ഞാനും സാധാരണ സുധീഷ് ചേട്ടൻ അങ്ങനെ ഡാൻസ് ഒന്നും ചെയ്യാൻ മടിക്കുന്നതാണ്. പക്ഷെ ഗാല ഡിന്നറിന് പോയി അദ്ദേഹം എന്റെ കൂടെ ഡാൻസ് ചെയ്തു. അതിന്റെ വീഡിയോ പലതും ഗ്രൂപ്പിൽ ജ്യോതിഷ് ചേട്ടൻ ഹിറ്റാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഗാല ഡിന്നറൊക്കെ കഴിഞ്ഞ് നൈറ്റില് റൂഫ് ടോപ്പ് ബാർ ഉണ്ട് ഞങ്ങളുടെ ഒരു താമസിക്കുന്ന ഷെർട്ടൺ ഹോട്ടലിൽ. അപ്പൊ റൂഫ് ടോപ്പ് ബാറിൽ സിനിമയിലൊക്കെ കണ്ടു, മോഹൻലാലിന്റെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. റൂഫ് ടോപ്പ് ബാർ എന്നൊക്കെ കേട്ടിരുന്നല്ല, അതുവരെ കണ്ടില്ല. അപ്പൊ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ സുധീഷ് ചേട്ടനും കൂട്ടി പോവാന്ന് പറഞ്ഞു റൂഫ് ടോപ്പ് ബാറിൽ പോയി. ബാറിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ അവര് പറഞ്ഞു സോറി സാർ ബാർ ക്ലോസ്ഡ് ആന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് ഇത് കൺസ്യൂം ചെയ്യാൻ വന്നതല്ല, ഞങ്ങൾക്കൊന്നും കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്, ആ ഒരു സിറ്റിയുടെ ഫോട്ടോ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. അതിന്റെ താഴെ ഒരു ആർക്ക് പോലെ നിങ്ങൾക്ക് കാണാം. ആ ആർക്ക് എന്ന് പറയുന്നത് ഡ്രാഗൺ സ്റ്റാച്യൂസ് ആണ്. അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഡ്രാഗൺസിനെ കാണാം ഈ ലെഫ്റ്റ് സൈഡിലെ ഫോട്ടോയിൽ, അതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന ഫോട്ടോസ് കാണാം. അപ്പോ ഒരു വാക്കിംഗ് ഏരിയ ആണത്. അവിടെ വളരെ മനോഹരമായിട്ടുള്ള പിക്ചേഴ്സ് എടുക്കാനും അതുപോലെ വളരെ മനോഹരമായിട്ട് തന്നെ അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അന്നത്തെ രാത്രി റെസ്റ്റ് ഒക്കെ എടുത്ത് അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് SP സാറിന്റെ ഒരു കോള് കിട്ടി, നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട്. അത് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള, കാരണം നമ്മുടെ ലീഡർ നമ്മളെ വിളിച്ചിട്ട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ
അതും SP സാർ പോലുള്ളൊരു വ്യക്തി, അജയ് സൂരി സാർ പോലുള്ളൊരു വ്യക്തി വിളിച്ച് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം എന്ന് പറയുമ്പോൾ ആരെങ്കിലും അത് മിസ്സാക്കും? ഞങ്ങൾ അത്ര എക്സൈറ്റ്മെന്റ് കടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് റെഡിയായി നോക്കിയപ്പോൾ സാറും വൈഫും അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് പേഴ്സണലി ഒരു 1 അവറോളം അവിടെ കിട്ടി. വളരെ നല്ല വാല്യുബിൾ പോയിന്റ്സ് കിട്ടിയെന്ന് മാത്രമല്ല, കുറച്ച് അഡീഷണൽ പേഴ്സണൽ ടിപ്പ് എനിക്ക് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഞാനത് ഫോട്ടോ, ജ്യോതിഷേട്ടൻ അത് ഫോട്ടോ എടുത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അയ്യോ, അത്രയും എന്താ പറയാ, സാറിനെ കുറിച്ച് പറയാനൊന്നും വാക്കുകളില്ല. നമുക്ക് സാർ എന്നോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് എന്നെ പരിചയമുള്ളത് പോലെയും അതുപോലെ തന്നെ എത്രയോ തവണ കണ്ടിട്ടുള്ളത് പോലെയും നമുക്കൊരു ഭയങ്കര ഫ്രീഡം ആണ് അവരുടെ അടുത്ത്. നമുക്കൊരു എന്താ പറയാ, ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ഇതൊന്നും പതർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. സാറിന്റെ അടുത്ത് അത്രയും ഫ്രണ്ട്ലി ആയിട്ടും സന്ധ്യ മാമിന്റെ അടുത്തൊക്കെ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റി എന്നുള്ളതാണ്. അന്നത്തെ ദിവസം തുടങ്ങിയതേ സാറിന്റെ കുറെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ വേർഡ്സ് കേട്ടായതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അവിടുന്ന് മുന്നോട്ട് പോയി അന്നത്തെ ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ആക്ച്വലി ആദ്യം പോയത് അവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസിലാണ്. അതിൽ കുറെ ഫോട്ടോസ് ഒന്നും ലോഡ് ആവുന്നില്ല. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഒരു പിക്ചർ കാണാം. പോസ്റ്റ് ഓഫീസ്, അവിടുത്തെ പഴയൊരു പോസ്റ്റ് ഓഫീസാണ്. ഞങ്ങൾക്ക് അന്നത്തെ ദിവസം വന്ന ഗൈഡാണ് ആ സൈഡിൽ കാണുന്നത്. അവിടുത്തെ ഒരു ആർട്ട് വർക്കാണ് ഈ കാണുന്നത്. ഈ ആർട്ട് വർക്ക് കാണിച്ചിരിക്കുന്ന പൂവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പേപ്പർ കൊണ്ടാണ്. അത്രയും മനോഹരമായിട്ടുള്ള ആർട്ട് വർക്ക്. കാരണം ഞാൻ കുറേ പിക്ചേഴ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സുധീഷ് ചേട്ടന് ഇങ്ങനത്തെ ആർട്ട് വർക്കിനോടൊന്നും വലിയ ആർക്ക് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ കൂടുതൽ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ ഫോട്ടോസ് എടുത്തു വെച്ചിരിക്കുകയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആണ്, അത്രയും ഫിനിഷിംഗ് ആണ്. ഇതൊക്കെ ചെയ്യുന്നത് വിയറ്റ്നാമിലെ ഓരോ സാധാരണക്കാരായ ആൾക്കാരാണ്. ഇതൊക്കെ അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നീട് അയ്യോ, എന്തുകൊണ്ട് ഫോട്ടോസ് ലോഡ് ആവുന്നില്ല എന്ന് അറിയില്ല, പക്ഷെ സോ സോറി. അങ്ങനെ മുന്നോട്ട് പോയി. അന്നത്തെ ദിവസം പോസ്റ്റ് ഓഫീസിൽ ഞങ്ങള് പോയി. അതുപോലെ തന്നെ ഒരു മിനിറ്റ്, ഞാനിത് ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് നോക്കട്ടെ. അപ്പോ അങ്ങനെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസം കടന്നുപോയി. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു, ഒരുപാട് എൻജോയ് ചെയ്തു. അവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി. പോസ്റ്റ് ഓഫീസിൽ പോയി അവിടെ ഇതുപോലുള്ള കരകൗശല വസ്തുക്കളൊക്കെ ഞങ്ങൾ നോക്കി. എല്ലാം നോക്കി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വാങ്ങി എന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു റേറ്റ് എന്ന് പറയുന്നത് എന്താ പറയാ, കുറച്ച് കൂടുതലാണ്. അതായത് നമ്മുടെ അവിടുത്തെ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, ഈ ഫോട്ടോസ് വിസിബിൾ ആണെന്ന് വിചാരിക്കണം. അപ്പൊ ഗാല ഡിന്നർ കഴിഞ്ഞ് നമ്മുടെ അജയ് സാറിനെ അവിടെ കാണാം. നമുക്ക് തൃശ്ശൂർ 22-ാം തീയതി വലിയൊരു മീറ്റിംഗ് വരാൻ പോകുന്നുണ്ട്. അതിന്റെ ഗസ്റ്റ് ആണ് സാർ. അപ്പോ സാറിന് SP സാറിനോട് ഒരു സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങൾ ഗാല ഡിന്നർ കഴിഞ്ഞ് പിറ്റേ ദിവസം സാറിന്റെ കൂടെയുള്ള സെഷൻസ്, ഒരു അമേസിംഗ് ആയിട്ടുള്ള മോർണിംഗ് സെഷൻ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് അന്നത്തെ ദിവസം ഞങ്ങള് പോസ്റ്റ് ഓഫീസിൽ, അവിടുത്തെ പഴയൊരു പോസ്റ്റ് ഓഫീസിൽ പോയി. അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തു. കുറച്ച് ആർട്ട് വർക്കാണ്. ഞങ്ങൾ ആ കാണുന്ന വിയറ്റ്നാം തൊപ്പിയാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് വെച്ച് ഫോട്ടോ എടുക്കാനെങ്കിലും പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഉറപ്പുവരുത്തി ഫോട്ടോസിൽ ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെ അവിടുത്തെ ആർട്ട് വർക്ക്. ക്വില്ലിംഗ് പേപ്പർ എന്ന് പറഞ്ഞ പ്രത്യേക പേപ്പർ കിട്ടും, അതുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ക്വില്ലിംഗ് പേപ്പർ കൊണ്ട് ആർട്ട് വർക്ക് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ആണ് ഉണ്ടാക്കാറ്. പക്ഷെ അതുകൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള വേറെ ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇത് ട്രൈ ചെയ്യണം എന്ന് അതിയായ മോഹത്തോടു കൂടി ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇവര് ചെയ്ത അത്രയും പെർഫെക്ഷൻ ഒന്നും ആവില്ല എങ്കിലും ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ട് അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇരുന്ന് കിട്ടിയ പ്രചോദനം. പിന്നെ ഓരോന്നും ക്ലിക്ക് ചെയ്യും, ഒന്നും വിടില്ല എന്നുള്ള വാശിയോട് കൂടിയിട്ട് പൂ കണ്ടാ ക്ലിക്ക് ചെയ്യും, ഒരു റോഡ് കണ്ടാ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ഓരോ പിക്ചേഴ്സും പകർത്തി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് സുന്ദരികളായ ലേഡീസ് ആണ്. കാരണം വുമൺ എംപവർമെന്റ്, വുമൻസ് ഡേയുടെ ദിവസമാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ലേഡീസ് വളരെ അവരുടെ ട്രഡീഷണൽ വേഷത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം ഫോട്ടോ എടുക്കാൻ നമ്മുടെ കൂടെ സഹകരിച്ചു എന്നുള്ളതാണ്. അവരൊക്കെ കണ്ട എക്സൈറ്റ്മെന്റ് ഞങ്ങൾ എല്ലാവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. ഇതിലൊന്നും സുധീഷ് ചേട്ടനില്ല, കാരണം ഫോട്ടോഗ്രാഫർ അദ്ദേഹം ആയതുകൊണ്ട് ഒരു ഫോട്ടോയിലും അദ്ദേഹം പെട്ടില്ല. പക്ഷെ ചില ഫോട്ടോസ് ഒക്കെ എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നു പോകുമ്പോൾ ഇടയ്ക്ക് ആളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും. അപ്പൊ ഞാൻ ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞാൽ ഞാൻ ക്യാമറ വാങ്ങി ഫോട്ടോ എടുത്തു കൊടുക്കും. അവിടെ മുകളിൽ കാണുന്നത് അവിടുത്തെ ഗ്ലാസ് ഐറ്റംസ് ഉണ്ട്. അവരുടെ മാർക്കറ്റിലുള്ള ഒരു ഐറ്റമാണ് ഗ്ലാസ്. വളരെ മനോഹരമായിട്ടുള്ള ഗ്ലാസുകളാണ്. താഴെ മാർക്കറ്റിന്റെ ഒരു ഓവർവ്യൂ ഉണ്ട്. എല്ലാ ഫോട്ടോസും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ മാർക്കറ്റിലെ ജീവിതം എന്ന് പറയുന്ന ഒരു സൈഡ് ഫുള്ള് കരകൗശല വസ്തുക്കൾ, ഒരു സൈഡ് ഫുള്ള് നമ്മുടെ ഒരു ലോക്കൽ മാർക്കറ്റ് പോലെ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റാളുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവ്, ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രക്കാർ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ അതിന്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഓരോ സാധനങ്ങളും തട്ടി വീണ് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പൊട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വെക്കുന്നതെന്നാണ് ഗൈഡ് പറയുന്നത്. അങ്ങനെ പൊട്ടി വീണ് കഴിഞ്ഞാൽ അതിന്റെ കോമ്പൻസേഷനും കൂടി വരുന്ന ആൾക്കാരെ നിന്ന് വാങ്ങാലോ. അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിച്ചിട്ട് വേണം നടക്കാൻ എന്ന് ഗൈഡ് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് ഒന്നും തട്ടിപ്പൊട്ടിക്കാതെ
തിരിച്ച് മാർക്കറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങി അന്നത്തെ ലഞ്ച് കഴിച്ചു. ഇത് ഞങ്ങളുടെ കൂടെ ഹൈദരാബാദിൽ നിന്ന് ഷിമോഗയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള 4 വ്യക്തികളാണ്. കാരണം നമ്മളെ പോലെ തന്നെ ചെറുപ്പം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഫാദർ ആൻഡ് മദർ ആണ്. അതുപോലെ തന്നെ അവരുടെ മക്കളും വളരെ നല്ല രീതിയിൽ നമ്മുടെ കൂടെ എൻജോയ് ചെയ്യാനും അവർക്ക് സാധിച്ചു. ഞങ്ങൾക്കും സാധിച്ചു. ഓരോ നിമിഷവും പകർത്താൻ അവരും മറന്നില്ല. അങ്ങനെ ഗൈഡിന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മുന്നോട്ട് പോയി. അന്നത്തെ ദിവസം രാത്രി ഞങ്ങൾ നടക്കാൻ ഇറങ്ങി. അവിടെ അടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. പിന്നിൽ ബാക്ക്ഗ്രൗണ്ട് കാണാം. ഓരോ രാജ്യത്തിന്റെ ഫ്ലാഗുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അന്നും ഞങ്ങൾ ധൈര്യം സംഭരിച്ച് ഓരോ കാപ്പി കുടിച്ചു എന്നുള്ളതാണ്. അതും അതേ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ പോയിട്ട് കുടിച്ചു. കാരണം അവിടുത്തെ കാപ്പി കുറച്ച് വായിൽ വെക്കാൻ സ്വാദുള്ളതായതുകൊണ്ട് കുടിച്ചു. ബാക്ക്ഗ്രൗണ്ട് കാണാം. ഒരു വലിയ ലേക്കാണ്. ആ ലേക്കിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ എന്ത് കണ്ടാലും ഫോട്ടോ എടുക്കുന്ന ആളായതുകൊണ്ട് ഞാൻ മിക്കി മൗസിനും വിട്ടില്ല. ഞങ്ങളുടെ അന്നത്തെ രാത്രി ഞങ്ങൾക്ക് കൂടെ വന്ന ഗൈഡിനെയും വിട്ടില്ല. ഈ ഗൈഡിനെ മറക്കാൻ പറ്റില്ല. കാരണം ആളുടെ പേര് ചിപ്പി എന്നാണ്. നമ്മുടെ കേരളത്തിലെ ചിപ്പി സാമ്യം ഉണ്ടെങ്കിലും പക്ഷെ ഇത്രയും സ്വഭാവം കൊണ്ട് സ്വഭാവ ഗുണം എന്ന് തന്നെ പറയാം. ആ കുട്ടിക്ക് 20 വയസ്സാണ്. ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സൈഡായിട്ട് ഈ ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നു. അതിലൂടെ കാശ് സമ്പാദിക്കുന്നു. അപ്പോ ആ കുട്ടിയുടെ ഫോട്ടോ എടുത്ത ഒരു വെർത്ത് ഫോട്ടോ ആണ്. കാരണം നമുക്ക് അത്രയും നല്ല രീതിയിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മളെ കൊണ്ട് നടക്കാനും ഒക്കെ കാണാം. ഇവരായിട്ട് നല്ല കമ്പനിയൊക്കെ ആയി ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ അപ്പുറത്ത് പകച്ചിരിക്കുന്ന ഒരു ചിത്രം കാണാം. കാരണം എന്താ വെച്ചാൽ ഇവര് രണ്ടാളും അപ്പുറം ഇപ്പുറം സംസാരിക്കുന്ന രണ്ടുപേരും വിയറ്റ്നാം ഭാഷയിലാണ്. കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ പോലെ ചാ ചീ ചൂ കാക്കൂ എന്ന് മാത്രം സംസാരിക്കുന്നുണ്ട്. അന്തം വിട്ടിരിക്കുന്ന സുധീഷേട്ടൻ നിങ്ങൾക്ക് കാണാം. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത് ഞങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അത് വിയറ്റ്നാമിലേക്ക് മാറ്റി അവരെ കേൾപ്പിച്ച് അവര് വിയറ്റ്നാം പറയുന്നത് തിരിച്ചെടുത്ത് ഞങ്ങൾ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞങ്ങൾ എവിടെയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങളെല്ലാം അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ പകർത്തി എന്നുള്ളതാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന് വലിയൊരു നന്ദി അറിയിക്കുന്നു. അല്ലെങ്കിൽ ഇത് സാധിക്കില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയിലത്തെ ഒരു വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാര് വളരെ നന്നായിട്ട് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുന്നത്. ഈ പാട്ട് എന്ന് പറഞ്ഞ സംഭവം സത്യം പറഞ്ഞാൽ നമുക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത പാട്ടുകളാണ്. കാരണം അത്രയും അവരുടെ ഭാഷ അങ്ങനെ ആയതുകൊണ്ടേ എന്താ പാടുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളത് എൻജോയ് ചെയ്തു മാക്സിമം. അവർക്കും ഒരു പ്രചോദനമായി. കാരണം ഞങ്ങൾ കുറെ ഒരു 7-8 ആൾക്കാര് അവരുടെ കൂടെ ജോയിൻ ചെയ്തപ്പോ അവര് ഒരുപാട് എൻജോയ് ചെയ്തു. നമുക്ക് അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ അതൊരു മെമ്മറബിൾ മൊമെന്റ് ആണ്. കാരണം അവരുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫ്രീ ലൈഫാണ്. എത്ര ഹാപ്പി ആയിട്ടാണ് അവർ എൻജോയ് ചെയ്യുന്നത്. വൈകുന്നേരങ്ങൾ ഒത്തുകൂടുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ പോകുന്നത് കൊച്ചി ടണലിലാണ്. കൊച്ചി ടണൽ എന്ന് പറയുന്നത് പണ്ട് വിയറ്റ്നാമും അമേരിക്കൻസും തമ്മിൽ യുദ്ധം നടന്നിരുന്ന സമയത്ത് ഈ കൊച്ചി ടണൽ ആ ഒരു ഏരിയയിലാണ് ഇവരുടെ യുദ്ധം അല്ലെങ്കിൽ ഒളി ക്യാമ്പുകളൊക്കെ ഉണ്ടായിരുന്നത്. അവിടേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയപ്പോഴാണ് വേറെ സുന്ദരികളായ ഒരുപാട് ലേഡീസ്. ഈ ഫോട്ടോസൊക്കെ ഗ്രൂപ്പിൽ ഹിറ്റാക്കിയതാണ് ജ്യോതിഷേട്ടൻ. എങ്കിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. കാണാത്തവർക്കുണ്ടെങ്കിൽ കാണാലോ എന്ന് കരുതി ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പൊ ഇവരുടെ കൂടെ ഫോട്ടോ എടുത്തു. അപ്പൊ ഇവരോട് ചോദിച്ചു ഇത് അവരുടെ ട്രഡീഷണൽ വേഷമാണ്. വിയറ്റ്നാമിലെ ട്രഡീഷണൽ വേഷമാണ്. അപ്പൊ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ ഇന്ന് ഇവിടെ ഒരു ഇവന്റ് ഉണ്ട്. ഞങ്ങൾ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ഒരു മാരേജ് ഇവന്റോ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അവരുടെ കൂടെ ഫോട്ടോ എടുത്തു. ഞങ്ങൾ ഒന്നും വിട്ടില്ല. അവരുടെ കൂടെ ഫോട്ടോ എടുത്തു. അവരും ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ് പറഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. അവിടുന്ന് കൊച്ചി ടണൽ പോകുന്ന വഴി നമ്മുടെ കൂടെ കുറച്ച് വെസ്റ്റീജിലെ മറ്റു കുറച്ച് അംഗങ്ങളും കൂടി ജോയിൻ ചെയ്തു. കുറച്ച് സിംഗ്മാരാണ്. അപ്പൊ ഞാൻ ഈ സൈഡിൽ നിൽക്കുന്നത് അവിടുത്തെ കരകൗശലം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഹാൻഡിക്യാപ്ഡ് ആയ ആൾക്കാർ ഉണ്ടാക്കുന്ന കുറച്ച് കരകൗശല വസ്തുക്കളാണ്. അതിൽ ഫോക്കസിങ് കുറച്ച് എന്നിലേക്ക് മാറിപ്പോയി. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം എത്രയും മനോഹരമായിട്ടുള്ള ആർട്ട് വർക്കുകളാണ് ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കൈയോ കാലോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ വെസ്റ്റീജിന്റെ ബാനറൊക്കെ പിടിച്ച് ഫോട്ടോ എടുത്ത് മുന്നിലേക്ക് തുടർന്നു. തിരിച്ച് കൊച്ചി ടണലിൽ എത്തിയപ്പോൾ ഞങ്ങളെ വരവേറ്റത് ഒരുപാട് ഓർമ്മകളാണ്. വിയറ്റ്നാമിന്റെയും ഒരു യുദ്ധത്തിന്റെ ഒക്കെ ഒരു വളരെ വേദനിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് നമുക്കറിയാത്ത കുറെ കാര്യങ്ങളും നമുക്ക് അതിലൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ സുധീഷേട്ടൻ നിൽക്കുന്നതിന്റെ ബാക്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഓരോ തൂണുകളാണ്. പക്ഷെ തൂണല്ല, അത് ഓരോ ബോംബുകളാണ്. ബോംബ് ഇത്രയും വലിയ ബോംബൊക്കെ വന്ന് വീണാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. അത്രയും എന്താ പറയാ ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയി ജീവിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ് വിയറ്റ്നാം. പിന്നെ സുധീഷേട്ടൻ നിൽക്കുന്ന ഒരു ടണലാണ്. ഈ ടണലിൽ 2 വഴികളാണ് ഉള്ളിലേക്ക്. ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ശത്രുക്കള് ക്യാമ്പ് ചെയ്യുന്ന ബേസിലേക്ക് എത്താം. റൈറ്റ് സൈഡിന്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു നദിയുണ്ട്. നദിയിലൂടെ കടന്ന് രക്ഷപ്പെടാൻ പറ്റും. നടുക്ക് കാണുന്ന ഫോട്ടോയില് ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്, ടണൽസ് ആണ് ഇതൊക്കെ. ഈ ഏറ്റവും അറ്റത്ത് കാണുന്ന കറുപ്പ് ഡ്രസ് ഇട്ട് കാണുന്നത് ഗൊറില്ലാസ് എന്നാണ് പറയാ.
അവരുടെ ആർമി ക്യാമ്പിൽ ഗൊറില്ലാസ് ആണ്. ഇവര് നൈറ്റ് വർക്കേഴ്സ് ആണ്. അതായത് നൈറ്റിൽ ആർമിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, ഫുഡ് കുക്കിംഗ് ആയിക്കോട്ടെ, ഗൺ അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കലായിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഗൊറില്ലാസ് ആണ്. അവരുടെ ഡ്രസ്സ് ബ്ലാക്ക് ആയതുകൊണ്ട് രാത്രി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ ഡ്രസ്സ് ബ്ലാക്ക്. അതായത് പെട്ടെന്ന് ശത്രുക്കൾക്ക് ഇവരെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡ്രസ്സിംഗ് പാറ്റേൺ ആണ് അവർക്കുള്ളത്. ഈ കാണുന്നത് അവിടുത്തെ ആർമി ആൾക്കാരുടെ ഓരോ സ്റ്റാച്യൂസ് ആണ്. അവരുടെ കൂടെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. കാരണം നമുക്ക് ഇതൊന്നും പറയുമ്പോൾ എക്സൈറ്റ്മെന്റും അതോടൊപ്പം തന്നെ കുറച്ച് വേദനയും നമ്മുടെ മനസ്സിൽ വരും. കാരണം അവരുടെ ജീവിത രീതികൾ, അവർ ജീവിച്ച് വന്നിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ യുദ്ധങ്ങളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. നമ്മളൊന്നും നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളതൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ അതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചും വന്നിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ കൊച്ചി ടണലിൽ പോയി. ഇത് അവിടുത്തെ ഒരു വലിയ ടാങ്കർ ആണ്. അതിൽ കയറി ഫോട്ടോ എടുത്തു. ഒന്നും വിടില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഫോട്ടോ എടുത്തു. ഈ കാണുന്നത് ഒരു ട്രാപ്പാണ്. അതായത് ഈ നടുക്ക് കാണുന്ന ഒരു സെപ്പറേഷൻ നമുക്കിവിടെ കാണാം. പക്ഷെ അതിന്റെ ചുറ്റുള്ള പുല്ല് കണ്ടോ, പച്ച കളർ പുല്ലുണ്ട്. അതിനോട് അനുയോജ്യമായിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഡോർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് കൊമോഫ്ലേജിംഗ് എന്നാണ് പറയുക ശരിക്കും അതിന്റെ വാക്ക്. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യോജിച്ചു പോകുന്ന രീതിയിലുള്ള നമ്മുടെ ഡ്രസ്സിംഗ് പാറ്റേൺ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു കൊമോഫ്ലേജിംഗ് എന്ന് പറയാം. ഇത് ഒരു ട്രാപ്പാണ്. കാരണം ഏതെങ്കിലും ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡോർ തിരിയും. നമ്മുടെ മണിച്ചിത്രത്താഴ് കണ്ടിട്ടില്ലേ, സുരേഷ് ഗോപിയുടെ ഡോർ ഇങ്ങനെ തിരിക്കണത്, മറ്റേ നാഗവല്ലിക്ക് വെട്ടിക്കൊല്ലാൻ വേണ്ടി, അതുപോലത്തെ ഒരു ഡോറാണ്. ഇങ്ങനെ തിരിഞ്ഞ് ഫ്ലിപ്പായി തിരിയും. തിരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഷാർപ്പായിട്ടുള്ള ബാംബു സ്റ്റിക്സ് ആണ് വെച്ചിരിക്കുന്നത്, വളരെ മൂർച്ചേറിയുള്ള. അപ്പൊ ശത്രുക്കൾ അഥവാ ഇതിൽ ചവിട്ടി കഴിഞ്ഞാൽ ഈ ഡോറ് തിരിഞ്ഞ് ശത്രുക്കൾ അതിന്റെ ഉള്ളിൽ വീണ് ആ ഒരു ഇത് കുത്തിക്കേറി മരിക്കും. അങ്ങനെയാണ് ആ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയത്. പിന്നെ വേറെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഒളിച്ചിരിക്കാനുള്ള ഒരു ടണലാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരൊന്നും അതിൽ ഫിറ്റ് ആവില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും ഈർക്കലി പോലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഇരിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ വിയറ്റ്നാമിലെ ഓരോ ആൾക്കാരും വളരെ മെലിഞ്ഞ ആൾക്കാരാണ്. അവിടെ ഒരു ഒബീസിറ്റി അല്ലെങ്കിൽ ഒരു ഇതുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ തന്നെ പറ്റില്ല. ഞാൻ കണ്ട ആൾക്കാരൊക്കെ മെലിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രചോദനം, ഒന്ന് മെലിയാനൊരു പ്രചോദനം കിട്ടുകയും ചെയ്തു. അതൊരു അഡീഷണൽ പോയിന്റ് ആണ്. അപ്പൊ ഇദ്ദേഹം അവിടുത്തെ ഒരു ഒളിച്ചിരിക്കുന്ന ഒരു ഇതാണ്. ഇതും ഒരു കൊമോഫ്ലേജിംഗ് ആണ്. അതായത് ആ ഒരു വലിയൊരു പൈപ്പ് പോലത്തെ ഒരു വസ്തുവാണ്. ആ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നിട്ട് അതിന്റെ മുകളിൽ ഡോർ ഉണ്ട്. ആ ഡോറിന് മുകളിൽ ഈ ഇലകളൊക്കെ മൂടിയിട്ട് അടച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അതിന്റെ ഉള്ളിൽ ടണൽ ഉണ്ടോന്നോ ഒരാൾ ഒളിച്ചിരിക്കണ്ടോന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കൊമോഫ്ലേജിംഗ് എന്നാണ് ഇതിനും പറയാം. അങ്ങനെ അതൊക്കെ കണ്ട് ജ്യോതിഷേട്ടനും ഒരു മോഹം ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ അദ്ദേഹം ടണലിന്റെ ഉള്ളിൽ ഒന്ന് കയറാൻ ശ്രമിച്ചു. പക്ഷെ ഉള്ളിലേക്ക് പോകാൻ ശ്രമിച്ചില്ല. പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഉള്ളിലേക്ക് പോയില്ല. അങ്ങനെ ഗ്രൂപ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു. ആർമി സ്റ്റാച്യൂസിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് മുന്നോട്ട് പോയി. ഇവിടെ ഈ സൈഡിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്ക് വേറൊരു കാര്യം കാണിച്ചു തരാനുണ്ട്. അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്റെ ലൈഫിലൊന്നും ഞാനത് എന്താ പറയാ സാധിക്കുമെന്ന് തന്നെ വിചാരിക്കാത്തൊരു കാര്യമാണ്. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു, പക്ഷെ എല്ലാവർക്കും അത് കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഒരു സെക്കൻഡ്. എന്റെ ലൈഫിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവാം. അതിന്റെ ഒരു പ്രഷർ നിങ്ങൾക്ക് അറിയാൻ കാണാൻ പറ്റും. അത് വെടിവെക്കുമ്പോ പിന്നിലേക്ക് വരുന്ന പ്രഷർ. അപ്പൊ ആ ആർമിക്കാരൻ എന്ത് ചെയ്തു വെച്ചാൽ ആ പ്രഷർ കാരണം നമ്മുടെ ഷോൾഡറിൽ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയും. AK-47 ഒക്കെ കൈകൊണ്ട് തൊടുക എന്ന് പറയുമ്പോ ഹായ്. അത് പ്രതീക്ഷിക്കാതെ രണ്ടും ഉണ്ട പോയതാണ്. പക്ഷെ ആ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു അത്. എന്താ പറയാൻ വാക്കില്ല. ഒരു ഗണ്ണൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള ഗണ്ണാണ്. അങ്ങനെ അടുത്ത യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് സുധീഷേട്ടൻ. ആൾ അതിലും എക്സൈറ്റിംഗ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരുന്നത്. How's the experience? അടുത്തൊരു ബുള്ളറ്റ് ഒക്കെ പെറുക്കി എടുത്തിട്ടാ പോണം കേട്ടോ. എവിടെ തട്ടിപ്പോയി. സ്റ്റോപ്പ്.
അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന പ്ലേസിലെ ഈ ഒരു എന്താ പറയാ അത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവി അടിച്ചു പോവും. അത്രയും സൗണ്ടാണ്, നമുക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗൺ AK-47 വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഇവിടെ ഒരു ട്വിസ്റ്റും കൂടി ഉണ്ട്, അത് ഞാൻ എൻഡിൽ പറയാം. എനിക്കറിയാം 7 മണി കഴിഞ്ഞു, പക്ഷെ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് കേൾക്കേണ്ട കാര്യം തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ എൻഡ് ചെയ്യാം. അവിടുന്ന് ഞങ്ങൾ അന്നത്തെ ദിവസം ഉച്ചയോട് കൂടി അവസാനിച്ച് വൈകുന്നേരം നമ്മുടെ അന്നത്തെ ദിവസം കണ്ട് ചിപ്പി എന്ന ഗൈഡിനെയും വിളിച്ച് ആളുടെ 4 ഫ്രണ്ട്സിനെയും കൂട്ടി സിറ്റി ടൂറിന് ഇറങ്ങി. അവിടെ ബൈക്ക് റൈഡാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, കാരണം അവിടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും 2 വീലറുകളാണ്. പോസ്റ്റ് ഓഫീസിന് മുന്നിലുള്ള ഒരു ചർച്ചാണ്. ചർച്ചിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ മുമ്പിൽ ഒരു സ്റ്റാച്യുവിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ അവരുടെ കൂടെ ഞങ്ങൾ കറങ്ങിയപ്പോഴാണ് വഴിയിൽ വെച്ചിട്ടുള്ള ഒരു ഫുഡ് കോർട്ട് കണ്ടത്. ഞങ്ങൾ കഴിക്കില്ല, പക്ഷെ എങ്കിലും ഫോട്ടോ എടുത്ത് വെച്ചു, എല്ലാവർക്കും കാണാലോ എന്നുള്ള രീതിയിൽ ഫോട്ടോ എടുത്ത് വെച്ചു. എത്ര മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, കാണാൻ മാത്രം ഭംഗിയുള്ളൂ കേട്ടോ. കഴിക്കണവർക്ക് അത് ടേസ്റ്റിയാണ്. ഞാൻ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് എനിക്കത് ടേസ്റ്റി ആയിരിക്കില്ല. പക്ഷെ അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച ഫോട്ടോ എടുത്തു. ഇത് ഒപ്പേറ ഹൗസ് ആണ്. അതിന്റെ മുമ്പിൽ നിന്നും ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തു. ഉള്ളിലേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. ഇത് അവിടുത്തെ ഇൻഡിപെൻഡന്റ് പാലസ് ആണ്. ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ എൻട്രി ചെയ്യാനുള്ള ടിക്കറ്റ് വേണം. ഞങ്ങൾ പോയ സമയത്ത് അത് ക്ലോസ് ചെയ്തു. ഈവനിങ് ടൈമിലാണ് പോയത്, അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്തു. പക്ഷെ അവിടുന്ന് ഞങ്ങൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു. പിന്നീട് ഞങ്ങൾ യാത്ര ചെയ്ത് അവിടുത്തെ ഒരു വിയറ്റ്നാമിലെ ഒരു ലോക്കൽ മാർക്കറ്റിലേക്കാണ്. അത് ഈ കുട്ടികളാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ലോക്കൽ മാർക്കറ്റ്, നിങ്ങൾ വലിയ വലിയ മാർക്കറ്റ്, വലിയ വലിയ ഷോപ്പിംഗ് മോൾസേ കണ്ടിട്ടുള്ളൂ. ലോക്കൽ മാർക്കറ്റിൽ പോകണം എന്ന് പറഞ്ഞ കുട്ടികളെ ഞങ്ങൾ അങ്ങോട്ട് എടുത്തു. അവിടെ മനോഹരമായിട്ടുള്ള ഫ്ലവർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു വിയറ്റ്നാം മാർക്കറ്റിലെ ലോക്കൽ മാർക്കറ്റിലുള്ള ഓരോ ബിൽഡിങ്ങും 50 വർഷം മുന്നേ അവിടുത്തെ അമേരിക്കക്കാർ വന്ന് താമസിച്ചിരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്സ് ആണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കിച്ചൺ ഇല്ല എന്നുള്ളതാണ്. അടുക്കളയില്ല. എന്ത് രസമല്ലേ, ലേഡീസിനൊക്കെ സന്തോഷം ഉണ്ടാവും. അടുക്കള ഇല്ലാത്ത വീടുകളോ. സത്യമാണ്, അവിടെ ആകെ ഒരു ലിവിംഗ് റൂമും ബെഡ്റൂമും ബാത്റൂമും മാത്രമേ ഉള്ളൂ. അടുക്കളയില്ല, കാരണം അവരുടെ വീടുകളിൽ കുക്ക് ചെയ്യാൻ അലൗഡ് അല്ല. കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സ്പേസ് എടുത്ത് അവിടെ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഭക്ഷണം ദിവസവും വാങ്ങി കഴിക്കുകയോ വേണം. പിന്നീട് ഞങ്ങൾ അവിടെ കണ്ട ഒരു കപ്പിൾസിന്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു വെഡിങ് കപ്പിൾസിനെ കണ്ടു. അവരുടെ ഫോട്ടോ എടുത്തു. ഇങ്ങനത്തെ സിനിമയിലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനത്തെ കാറിന്റെ മുമ്പിൽ ഇങ്ങനത്തെ വെഡിങ് ഗൗൺ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സിനിമാറ്റിക് രീതിയിൽ വളരെ നല്ല കാഴ്ചയായിരുന്നു അത്. എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത്. പിന്നെ അവിടുത്തെ ഒരു ബ്രിഡ്ജാണ്, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ബ്രിഡ്ജാണ്. അതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസ് എടുത്തു. ആ ബ്രിഡ്ജിന്റെ മുകളിൽ പോയി ഫ്ലവർ മാർക്കറ്റിന്റെ ഉള്ളിലുള്ള ഫോട്ടോസ്. അങ്ങനെ ഗൈഡ് അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഇപ്പൊ എല്ലാവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. വളരെ മെമ്മറബിൾ ആയിട്ടുള്ള, ആ കുട്ടികൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ആൾക്കാർ വന്ന് ഇത്രയും നല്ല ക്ലോസ് ആയി. ഇപ്പോഴും കണക്ഷൻ ഉണ്ട് ഇവരായിട്ട്, മെസ്സേജ് അയക്കും, കോണ്ടാക്ട് ഉണ്ട്. അത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരെ നമ്മളെ കൊണ്ടുപോയിട്ടുള്ള ഫ്ലവർ മാർക്കറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഷെർട്ടൺ ഹോട്ടലിൽ ഞങ്ങൾ അന്നത്തെ 3 ദിവസം കഴിഞ്ഞ് ഓരോ കാഴ്ചകളും കണ്ട് ഷെർട്ടൺ ഹോട്ടലിൽ നിന്ന് വിട പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള ഒരു വളരെ വിഷമത്തോടു കൂടിയിട്ട് തന്നെയാണ് നിങ്ങൾ വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് കാണാമല്ലോ ബുള്ളറ്റ്, ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തല്ലോ ബുള്ളറ്റ്. അപ്പൊ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും സുധീഷ് ഏട്ടനും ഭയങ്കര എക്സൈറ്റഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ഭരതേട്ടനോട് ചോദിച്ചു, ഭരതേട്ട ഷൂട്ട് ചെയ്യുന്നുണ്ട്? അപ്പൊ ഭരതേട്ടൻ പറഞ്ഞു, ഞാനേ ഒരാളെ കൊല്ലാൻ പാകത്തിനുള്ള പാപമൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ സുധീഷ്, നമ്മളാരെയും കൊല്ലല്ലോ, നമ്മളൊന്ന് ട്രൈ ചെയ്യല്ലേ, AK-47 ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്യല്ലേ. എനിക്ക് തോക്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആളെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഡയലോഗൊക്കെ അടിച്ച് ആളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിൽ എത്തിയപ്പോ കസ്റ്റംസ് എന്ന് പിടിച്ചു. അത് വേറൊരു അനുഭവം. കസ്റ്റംസ് എന്ന് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ കണ്ടറിയാലോ, കസ്റ്റംസ് എന്ന് പിടിച്ചാൽ പിന്നെ പോലീസിന്റെ അടുത്താണ്. പക്ഷെ ആ ഒരു വ്യക്തി വളരെ നല്ല വ്യക്തി ആയതുകൊണ്ട് കസ്റ്റംസ് പിടിച്ചു. ഈ നീല ബാഗ് ആരുടെയെന്ന് ചോദിച്ചു. അപ്പൊ ജ്യോതിഷേട്ടന്റെ ബാഗാണ്. ജ്യോതിഷം അത് എന്റെ ബാഗാണല്ലോ. താങ്കളൊന്നും ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തി. നിങ്ങളുടെ ബാഗിൽ ബുള്ളറ്റ് കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഓക്കെ, ബുള്ളറ്റ് ജ്യോതിഷേട്ടനും ആക്ച്വലി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജ്യോതിഷേട്ടൻ ഭരതേട്ടൻ ഇത് കേട്ടപ്പോ, ഭരതേട്ടൻ ജ്യോതിഷേട്ടൻ മെൻഡറാണല്ലോ, അപ്പൊ മെൻഡറെ ഷൂട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ളൊരു കുറ്റബോധത്തിൽ ഇങ്ങനെ നാളെ ചെയ്തില്ല. പക്ഷേ ആളുടെ ബാഗിലുണ്ട് ബുള്ളറ്റ് കിടക്കുന്നു. ഞങ്ങളാകെ അതിശയിക്കും. ഞാനും സുധീഷേട്ടൻ ഒരു ബുള്ളറ്റ് 4 എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ജ്യോതിഷേട്ടന്റെ ബാഗിൽ ബുള്ളറ്റ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊക്കെ ആകെ ഷോക്കായി പോയി. ഇതെങ്ങനെ ബുള്ളറ്റ്? അപ്പൊ ജ്യോതിഷേട്ടൻ പറയാണ്, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ 2 ബുള്ളറ്റ് എടുത്തിരുന്നു, പിന്നെ ഭരതൻ സാർ ഒരു 4 ബുള്ളറ്റ് എടുത്ത് എന്റെ തന്നു. ആ കാണുന്ന വലിയ ബുള്ളറ്റ് ഒക്കെ ഭരതൻ സാർ എടുത്ത് കൊടുത്തതാണെന്ന്. ഞങ്ങൾ ആകെ അങ്ങോട്ട് എന്താ പറയാ ഷോക്കായി പോയി. ഭരതേട്ടനെ ഞങ്ങൾ നോക്കി, കാരണം അവിടെ ഇരുന്ന് വലിയ ഡയലോഗൊക്കെ പറഞ്ഞു ഞങ്ങൾ വെടിവെക്കില്ല എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ ബുള്ളറ്റ് എടുത്തിട്ട് വന്നിരിക്കുന്നു. അത് വളരെ വളരെ എന്താ പറയാ, തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ആയിട്ടുള്ള ഒരു സീനായിരുന്നു. നിങ്ങൾക്ക് കാണാൻ കസ്റ്റംസിൽ വായം പൊളിച്ച് നിൽക്കുന്ന എല്ലാവരും, കാരണം കസ്റ്റംസുകാർ പിടിച്ചു. അപ്പോഴാണ് സുധീഷേട്ടൻ, ഞാൻ എന്റെ ബാഗിലും കുറച്ച് ബുള്ളറ്റ് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ അവർ അതൊക്കെ എടുത്ത് ഞങ്ങളെ ബുള്ളറ്റ് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല.
പലർക്കും അറിവുള്ള കാര്യമായിരിക്കും, പക്ഷെ എനിക്കും സുധീഷണക്ക് പുതിയ അറിവാണ്. കാരണം ഇങ്ങനെ യൂസ്ഡ് ആൻഡ് ത്രോ ആയിട്ടുള്ള ബുള്ളറ്റിൽ പോലും മരുന്ന് നിറച്ച് നമുക്ക് ഇത് റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ കസ്റ്റംസ് ഓഫീസർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്തോളൂ, പക്ഷെ നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ ബുള്ളറ്റ്സ് ഞങ്ങളിങ്ങനെ AK-47 വെച്ച് ഷൂട്ട് ചെയ്ത എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ കാണിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് ഫോട്ടോയിലൂടെ മാത്രം കാണിക്കേണ്ടി വന്നു. അങ്ങനെ കസ്റ്റംസുകാർ പിടിച്ച് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവരോടൊക്കെ കൊച്ചർത്താനൊക്കെ പറഞ്ഞ് ബാഗൊക്കെ തിരിച്ചു വാങ്ങി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. തിരിച്ച് കേരളത്തിലോട്ട്, തിരുവനന്തപുരത്തോട്ട്, തിരിച്ചിങ്ങോട്ട്. അപ്പോ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ്, ട്രാവൽ ചെയ്യുക അത് ഒരു ലക്ഷ്യമായി മാറട്ടെ. അപ്പൊ നിങ്ങൾക്കൊക്കെ വെസ്റ്റീജ് ബിസിനസ്സിലൂടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും വരുമാനം ഉണ്ടാക്കാനും പ്രൊസ്പെക്ട് ചെയ്യാനൊക്കെ എല്ലാ ട്രെയിനിങ്സും കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യാത്ര പോകാൻ, നമ്മുടെ ട്രാവൽ ഫണ്ടിലേക്ക് ആക്റ്റീവ് ചെയ്യാനും ആ ഒരു യാത്ര പോകാനുള്ള പ്രചോദനം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്നത് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത്. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ പോയിരിക്കേണ്ട കുറച്ച് രാജ്യങ്ങൾ തന്നെയാണ്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇന്റർനാഷണൽ ആയിക്കോട്ടെ, യൂറോപ്യൻ ട്രിപ്പ് ആയിക്കോട്ടെ, പോയിരിക്കണം. അത് വെസ്റ്റീജിലെ ഈ ഒരു നമ്മുടെ ഒരു ട്രാവൽ ഫണ്ട് അല്ലെങ്കിൽ വെസ്റ്റീജിന്റെ ബിസിനസ് മുറുകെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ട്രാവൽ ഫണ്ടും അച്ചീവ് ചെയ്തുകൊണ്ട് എല്ലാ രാജ്യങ്ങളും കവർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അടുത്ത സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിലേക്ക് വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ സുധീഷാണ് പോയിരിക്കണം, സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിൽ പോയേ പറ്റൂ എന്നുള്ള ഒരു കടുത്ത തീരുമാനത്തിലാണ്. അതിന്റെ വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ ഗാല ഡിന്നർ ചെയ്ത സമയത്ത് നമ്മുടെ ദിവ്യക്സു സാർ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ, ഒരു അനൗൺസ്മെന്റ് അവിടെ ചെയ്തു. സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് എന്ന് പറയാൻ പോകുന്നത് ഗ്ലോബൽ മീറ്റിംഗ് നടക്കാൻ പോകുന്ന ഒരു ട്രിപ്പ് ആയിരിക്കും. അതായത് ഡയമണ്ട് ആൻഡ് എബവ് ക്വാളിഫൈ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ആ ട്രിപ്പിൽ ഇൻക്ലൂഡ് ആവാം എന്നുള്ളതാണ്. അത് മാത്രമല്ല സ്വിറ്റ്സർലാൻഡിൽ എല്ലാ റീജിയൻസ് നിന്നും എല്ലാ ഭാഗത്തു നിന്നുള്ള ലീഡേഴ്സ് അവിടെ ഉണ്ടാവും. ഡയമണ്ട് ആൻഡ് എബവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം എത്ര വലിയൊരു പ്ലാൻ ആണ് അവർ അവിടെ വെക്കാൻ പോകുന്നത്. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് കേട്ടറിവ് എനിക്കുണ്ട്. പക്ഷെ അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനിരിക്കുന്നത്, ഞങ്ങൾ ഓരോരുത്തരും. അപ്പോൾ നിങ്ങളും നമ്മുടെ വെസ്റ്റീജിന്റെ ബിസിനസ് മുറുക്കെ പിടിച്ച് ഡയമണ്ട് ആൻഡ് എബവ് ക്വാളിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. ആ ഒരു സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിലേക്ക് പോവാനുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ എന്റെ എക്സൈറ്റ്മെന്റ് എല്ലാവരും കണ്ടല്ലോ. ഈ ഒരു എക്സൈറ്റ്മെന്റ് മുറുകെ പിടിച്ചുകൊണ്ട്, ബിസിനസിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവാം എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വിഷ് യു വെൽത്ത്. ബാക്ക് ടു ഹോസ്റ്റ് മിനി ചേച്ചി. ഓക്കെ, വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എന്തായാലും അഞ്ജലി മാമിന്റെ വാക്കുകളിലൂടെ നമ്മളെല്ലാവരും വിയറ്റ്നാമിൽ എത്തിച്ചേർന്നൊരു പ്രതീതി ഉണ്ടാക്കി തന്നു അല്ലെ. അപ്പോ അത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു, അത്രമാത്രം രസകരമായിരുന്നു ആ യാത്ര എന്നുള്ളത് അഞ്ജലി മാമിന്റെ വാക്കുകളിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് നമ്മൾക്ക് എന്താ പറയാ, അവിടെ കിട്ടിയ ട്രീറ്റിനെ കുറിച്ചിട്ട് മാം പറഞ്ഞു. അത് VIP ട്രീറ്റ് ആണ് അവിടെ ലഭിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും എന്താ വെസ്റ്റീജിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും അത് നമ്മളുടെ സ്വപ്നം എത്ര വലുതാണെങ്കിലും അത് നേടിയെടുക്കാൻ തക്ക രീതിയിൽ നമ്മൾക്ക് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്കത് അനുഭവിച്ച ആളുകളുടെ എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ അതിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇനി മുൻപോട്ടുള്ള നമ്മളുടെ ഓരോ ചുവടും അതൊക്കെ നേടിയെടുക്കാൻ, നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതേ രീതിയിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അടുത്തൊരു ട്രിപ്പ് വിയറ്റ്നാമിലേക്ക് പോവാൻ തന്നെ സാധിക്കട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വിഷ് യു വെൽത്ത്. താങ്ക് യു.